നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഒറാക്കിൾ മെസ്സേജസ് നോക്കുന്നുണ്ട്, അതുപോലെ കാർഡും എടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലൂസും കൂടി നമുക്ക് നോക്കാം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുമ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ റീഡിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരില്ല എന്നുള്ളൊരു ഫീലിംഗ്, ഇമോഷൻസ്, ചിന്തകൾ, അങ്ങനെയാണ് നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ ചിന്തകളിലേക്ക് ഇട്ട് തരുന്നത്. നമ്മൾ എത്ര നല്ലത് ചിന്തിക്കാൻ വിചാരിച്ചാലും നമ്മളെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്തത് നമ്മളുടെ മനസ്സാണ്. മനസ്സ് നമ്മൾ എന്ത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നോ അപ്പോഴൊക്കെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഇട്ട് തരും. അത് നടക്കില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല. നമ്മുടെ പേഴ്സൺ നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയും ഇനി വരാൻ ചാൻസ് ഇല്ല എന്ന്. പക്ഷെ നമ്മൾ അതിന് വഴങ്ങി കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. നമ്മളുടെ ചിന്തകൾ നമ്മളുടെ കൺട്രോളിലാവണം. നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റീവ് തോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇമോഷൻസും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നല്ല റീഡിങ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഫൈവ് ഓഫ് പെന്റിക്കിൾസ് ആണ് മെസ്സേജ്. എന്നാ നോക്കട്ടെ. ഓക്കെ, ഐ ലവ് യു എന്നാണ് പറയുന്നത്. ഇനി ഇത്രയും നല്ല മെസ്സേജ് കണ്ടിട്ടും നെഗറ്റീവായിട്ട് ആയിരിക്കും എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നത്, മനസ്സിൽ വിചാരിക്കുന്നത് എന്നെ സ്നേഹിക്കാൻ എവിടെ നേരം, എന്നോട് അത്ര സ്നേഹമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ എങ്ങനെയല്ല കണ്ടോ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രണയമാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നുള്ള കാണിക്കുന്നത്. ഇത് നമുക്കൊരു ഏസ് ഓഫ് കപ്സ് എനർജി, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം. കണ്ടോ, ഈ പേഴ്സൺ അവരുടെ ലൈഫ് എൻഡിങ് വരെ, അല്ലെങ്കിൽ അവരുടെ മരണം വരെ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. അവരുടെ മനസ്സിനകത്ത് നിങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഫൈവ് ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ കുറച്ച് ഫിനാൻഷ്യൽ ലോസ് അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി എപ്പോഴാണ് ഉണ്ടാവുന്നത്? അവർ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഐ ലവ് യു എന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം കെയറിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്. മനസ്സിനകത്ത് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പുറത്തോട്ട് അവരുടെ സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ വളരെയധികം സ്നേഹം ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. സർപ്രൈസ് എന്നാ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പോകുന്നു. കണ്ടോ, ഐ ലവ് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആള് നിങ്ങളിലേക്ക് വരും. ഓക്കെ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉടനെ ഉണ്ടാവും. ആള് നിങ്ങളെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ വരുന്നുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനിയിപ്പോൾ റീഡിങ് കണ്ടു, പക്ഷേ ആളൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ആള് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആളുടെ മനസ്സിനകത്ത് അത്രയും നിങ്ങളോടുള്ള സ്നേഹമാണ്. ആൾക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതൊരു ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഐ ലവ് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല കാർഡ്സ് ആണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് റെസിനേറ്റ് ആവും. ഓക്കെ,
നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, അല്ല നെഗറ്റിവിറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ റെസിനേറ്റ് ആവുന്ന കാര്യം കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണോ വരണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണ്ടേ. ഓക്കെ, നയൻ ഓഫ് കപ്സ് ആണ്. അവരുടെ ലൈഫിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിഷ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫാണ്. നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നോക്കട്ടെ മെസ്സേജ് എന്താ നോക്കട്ടെ. ഒരേ മീനിങ് കേട്ടോ, അത് കേട്ടോ, നീഡ് യു എന്നാണ് കാണിക്കുന്നത്. നീഡ് യു, നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു. രണ്ടും ഒരേ മെസ്സേജാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ആട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ രീതിയിലും സന്തോഷം അനുഭവിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആൾ തിരികെ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. നീഡ് യു എന്ന് പറയുന്നത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവരൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതുപോലെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് വെറുതെ ഒരു ടൈം പാസ് ആയിട്ടുള്ളൊരു സ്നേഹമല്ല. ഇത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് വിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാർഡ് കൂടി എടുക്കാം. ഡെത്ത് കാർഡാണ്. ഇവിടെ ഇത്രയും നല്ല ഒരു കാർഡ്സ് വന്നിട്ട് ഒരു ഡെത്ത് കാർഡ് വരുമ്പോഴെന്താ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആകുന്നു. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങി മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കുന്നു. അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, നിങ്ങളിൽ നിന്നുള്ള അകൽച്ച അവർ എൻഡാക്കി നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, നോക്കട്ടെ കേട്ടോ മെസ്സേജ് എന്താ നോക്കട്ടെ. സ്ട്രൈവ് എന്നാണ് കാണിക്കുന്നത്. അവരിൽ തന്നെ വർക്ക് ചെയ്യാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. കാരണം ഇതുവരെ നിങ്ങളുടെ കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന സമയത്ത് അവർക്ക് നിങ്ങളെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ അത്രയും ആഴത്തിലൊന്നും നിങ്ങളെ സ്നേഹിക്കാനോ അവർക്ക് പറ്റിയിട്ടില്ല. അതുപോലെ നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യാണ്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവാൻ വേണ്ടി പോവാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, ടവർ മൊമെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതും ഒരു എൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡിങ് കാർഡാണിത്. ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷന്റെ എൻഡിങ് ആണ്. ഓക്കെ, നമുക്ക് ഒരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. മൈ വേൾഡ് എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇത്രയും കാലം നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആകും. അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കി അവർ നിങ്ങളിലേക്ക് വരും. അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നമ്മളുടെ എല്ലാ കാർഡ്സും നല്ല കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഐ ലവ് യു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നീഡ് യു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മൈ വേൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാതിരിക്കുക. നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ കാര്യം പറയുമ്പോൾ ആരും ചെയ്യുന്നില്ല. എല്ലാവരും വീണ്ടും വീണ്ടും പേഴ്സണ് പിറകെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ടൈമും ആ ഒരു പേഴ്സൺ വരാനുള്ള ടൈമും നീണ്ടുകൊണ്ടേ ഇരിക്കും. അതായത് ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ എനർജി അവിടെ കിട്ടുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതാവുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാത്തത്. അപ്പോൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്പീഡായിട്ട് അവർ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഏസ് ഓഫ് കപ്സ് ആണ്.
കിട്ടിയിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോട് ഈ ഒരു പേഴ്സണുള്ളത് എന്നുള്ള കാണിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളോട് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതായത് എന്താണ് ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്താണെന്നുള്ളത് അവർ നിങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം അത് നിങ്ങളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ആത്മാർത്ഥ പ്രണയം അല്ലെങ്കിൽ എന്താണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നുള്ളത് അവർ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. നിങ്ങളിൽ നിന്നുമാണ് അവർ പഠിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണെ ഒരു ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയത് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണെ ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള വിഷമം, തകർച്ച എല്ലാം അവരിപ്പോൾ നേരിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആയത് കാരണമായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുപോലെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്, ഒരു ലെസ് കോൺടാക്റ്റിലേക്ക് അവർ പോയതിന് കാരണം അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ അത് കണ്ട് മാത്രമാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളോട് സ്നേഹം ഇല്ലാണ്ടല്ല. ഓക്കെ, ഇവിടെ എല്ലാ കാർഡ്സും കാണിക്കുന്നത് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ്. ഐ ലവ് യു, നീഡ് യു എന്നുള്ളതൊക്കെയാണ്, മൈ വേൾഡ് എന്നൊക്കെയാണ് നമുക്ക് മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ 9 ഓഫ് കപ്സ് കാണിക്കുന്നത് അവരുടെ ലൈഫിലെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നതൊക്കെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴാണ് ഈ ഒരു കാർഡ്സിലൊക്കെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എടുക്കട്ടെ. 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവരുടെ ഫിനാൻഷ്യൽ ലോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരുപാട് കാർഡ്സ് ഈ ഒരു പെന്റിക്കിൾസ് കാർഡ് വന്നിട്ടുണ്ട്. എല്ലാം കാണിക്കുന്നത് ഫിനാൻഷ്യലി അവരിപ്പോൾ ലോസ് നേരിടുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കാൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതൊന്ന് മേക്കപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു സമയം അവർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക. ഓക്കെ, ഞാൻ ഒരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. വാണ്ടിങ്. ഓക്കെ, അവരിപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നീഡ് യു എന്നുള്ളതിൻ്റെ അതേ മീനിങ് തന്നെയാണ് ഈ വാണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രസൻസ് ഇപ്പോൾ അവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥ സ്നേഹം എന്ന് അവർ റിയലൈസ് ചെയ്തു. അപ്പോൾ അവർക്കിനി നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു സമാധാന വാക്ക് ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് വരണം, നിങ്ങളോട് സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറയണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ഫിനാൻഷ്യൽ ലോസിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളോട് അങ്ങോട്ട് ഒരു ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. കാരണം ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ അവരെ ഈ ഒരു പേഴ്സൺ മുതലെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുക, അവർ തിരികെ ഇങ്ങോട്ട് പണം തരിക, ഇങ്ങനെയുള്ള ഒരു ഇടപാടുകളിലേക്ക് നിങ്ങൾ പോകരുത്. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇടപാട് എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കുകയും തിരിച്ചു വാങ്ങുകയും മാത്രമാണ്. അല്ലാതെ അതിനകത്ത് ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് അല്ല. ഇതൊരു ബിസിനസ് അല്ലല്ലോ. ഇത് നിങ്ങൾ സ്നേഹിക്കുന്നു, ആ ഒരു പേഴ്സൺ തിരിച്ചു സ്നേഹിക്കുന്നു എന്നല്ലാതെ സ്നേഹത്തിൻ്റെ പേരിലാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് പൈസ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, അത് ബെനിഫിറ്റ് ആയിട്ട് കരുതി അതിനു വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആവുക അവർ. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫിനാൻഷ്യലി സപ്പോർട്ട് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളിൽ നിന്ന് പണം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹമല്ല ആവശ്യം, അവർക്ക് ആവശ്യം ഫിനാൻഷ്യലി ഉള്ള ഒരു ബെനിഫിറ്റാണ്. അതിനു വേണ്ടിയാണ് അവർ നിൽക്കുന്നതെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഓക്കെ, ഒരിക്കലും ഫിനാൻഷ്യലി ഉള്ള ഒരു ഇടപാടിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ ഉള്ളതിനെ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷനായിട്ട് കരുതാനും പറ്റില്ല. ഓക്കെ,
നിങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് അത്ര സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളിൽ നിന്ന് വാങ്ങില്ല, നിങ്ങളോട് ചോദിക്കുകയില്ല. എനിക്ക് ഫിനാൻഷ്യലി ഒരു ആവശ്യമുണ്ട്, പൈസ തരണം, നിങ്ങളോട് ചോദിക്കാൻ ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, അവർക്കത് അങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമുക്ക് ക്ലൂസ് നോക്കാം. ലെറ്റർ ബി 1991, ആയില്യം. ലെറ്റർ ഒ, ലെറ്റർ എൻ, ഉത്രാടം. ലെറ്റർ സി 1994, ലെറ്റർ വൈ, ലെറ്റർ വി, ലെറ്റർ ടി, പൂരുട്ടാതി, ചോതി, പൂയം, ഉത്രം. 2001 ഒക്ടോബർ, ജൂലൈ, നവംബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.